നമ്മുടെ എക്സാമിന്റെ കംപ്ലീറ്റ് പാറ്റേൺ മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു മാറ്റം MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. രണ്ടാമത്തത് എലിമിനേഷൻ മെത്തേഡ്, അതായത് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ 4ഉം കറക്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ കറക്റ്റ് ആൻസേഴ്സ് സെലക്ട് ചെയ്യരുത്, ബെസ്റ്റ് ആൻസേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. കാരണം 4എണ്ണത്തിൽ ഏതാണോ ഒഴിവാക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് ഓരോ ആൻസറും വായിച്ച് നോക്കിയതിന് ശേഷം അത് ഒഴിവാക്കിയിട്ട് അവസാനം വരുന്ന ആൻസർ സെലക്ട് ചെയ്യുക. ആൻഡ് എക്സ്ട്രീം വേർഡ്സ് ഉണ്ടാവും, ഓൾവേസ് നെവർ കംപ്ലീറ്റ്ലി പോലെയുള്ള എക്സ്ട്രീം വേർഡ്സ് ഉണ്ടാകും. ആ വേർഡ്സ് ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സിമിലർ ആൻസർ ഉണ്ടായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, ആൻസർ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിൽ ചിലപ്പോൾ 4 ഓപ്ഷനിൽ ചില 2 ഓപ്ഷൻസിൻ്റെ ആൻസേഴ്സ് സിമിലർ ആയിരിക്കും. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമേ, സ്പെല്ലിംഗ് മാത്രം മാറ്റിയിട്ടൊക്കെ തരും. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും സെലക്ട് ചെയ്യാം. ഈ ഒരു പ്രശ്നം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും, ഏറ്റവും ലോങ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതും ഒന്നും കിട്ടുന്നില്ലെങ്കിലാണ്. ആൻഡ് ഡോണ്ട് ഓവർ തിങ്ക്. നിങ്ങൾ ഓവറായിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ആൻസർ ഏതാണോ, നിങ്ങൾ ഏത് ആൻസറിലേക്കാണോ പോകുന്നത് അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എലിമിനേറ്റ് റോങ് ആൻസർ ഓപ്ഷൻ, അതായത് ചിലപ്പം ആൻസറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ഗ്രാമറിന് സ്യൂട്ടബിൾ അല്ലാത്ത ആൻസേഴ്സ് ഉണ്ടാവും. അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ആൻസർ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഇനി MCQ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കൂടാതെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കുക.